കർത്താവ്, നമുക്കറിയാം, കർത്താവിന്റെ ഉപദേശത്തിൽ അല്ലെങ്കിൽ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ലളിതമായ നിലയിലാണ് വിഷയങ്ങൾ കർത്താവ് എല്ലാ കാലത്തും പറഞ്ഞു കൊടുക്കുന്നത്. കർത്താവ് താൻ അവരുടെ അടുക്കൽ നിന്ന് വിട പറയുവാനായിട്ട് ശ്രമിക്കുമ്പോഴും അതിന് സമയം അടുത്തു വരുമ്പോഴും കർത്താവ് അതേ നിലയിൽ തന്നെ ശിഷ്യന്മാരോട് ഇടപെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ആദ്യത്തെ 8 വാക്യങ്ങളിൽ പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ പഠനം നമ്മളിവിടെ കേട്ടങ്ങ് മറന്നു പോകാൻ വേണ്ടിയല്ല, നമ്മുടെ വ്യക്തിപരമായ പഠനത്തിനും ഈ ക്ലാസ് പ്രയോജനപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഔട്ട്ലൈൻ കൃത്യമായി പറഞ്ഞ് നമ്മൾ പോകുന്നത്. നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വേദഭാഗങ്ങൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ ആത്മീക ചിന്തകൾ, ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ 15-ാം അധ്യായത്തിൽ കർത്താവ് പ്രധാനമായിട്ട് പറയുന്ന ഒരു വിഷയം മുന്തിരിവള്ളിയും ശാഖകളും. പിതാവ് തോട്ടക്കാരൻ. അതായത് കർത്താവായിരിക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായ നിലയിൽ കർത്താവ് ഒരു വിഷയം അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? അപ്പോൾ ഇവിടെ മുന്തിരി വള്ളിയും കൊമ്പുകളും, അതാണ് ഉപമ. അപ്പൊ കർത്താവ് മുന്തിരിവള്ളിയും ശിഷ്യന്മാര് അല്ലെങ്കിൽ ദൈവമക്കൾ വിശ്വാസികൾ കൊമ്പുകളുമായിട്ട് നിൽക്കുന്നു. ഈ കൊമ്പുകളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി, അല്ലെങ്കിൽ തോട്ടക്കാരന് ഒരു പദ്ധതിയുണ്ട്. അതാണ് പ്രധാനപ്പെട്ടായിരിക്കുന്നത്. പക്ഷെ തോട്ടക്കാരൻ കൃഷി ചെയ്യുന്ന ആളാണല്ലോ തോട്ടക്കാരൻ. എന്നാൽ തോട്ടക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയും മുന്തിരിവള്ളിയും കൊമ്പുകൾക്കുള്ള ഉത്തരവാദിത്വവും ഇതിങ്ങനെ ചേർന്നാണ് ഇവിടെ നിൽക്കുന്നത്. കൊമ്പുകളെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നാണ് ഇവിടെ പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്ന വിഷയം ഫലം കായ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. 2-ാം വാക്യം അതിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് വേറൊരു വിഷയത്തോട് ചേർത്താണ് അവിടെ ഈ ഫലം കായ്ക്കുക എന്നുള്ളതാണ് ആവർത്തിച്ച് ഈ വാക്യങ്ങളിലെല്ലാം പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയം, വിശ്വാസികൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഫലം കഴിക്കാത്ത ഒരു അത്തിവൃക്ഷത്തെ കർത്താവ് യാത്രാമധ്യേ കണ്ടപ്പോൾ മത്തായി സുവിശേഷം 21-ാം അധ്യായം 18-ാം വാക്യങ്ങളിൽ അത്തിവൃക്ഷത്തിൽ ഫലമില്ലാത്തത് കൊണ്ട് അതിൽ ഇനി ഒരിക്കലും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു കൃഷിക്കാരനോടുള്ള ബന്ധത്തിൽ ആ കൃഷിക്കാരൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് കൃഷി ചെയ്യുമ്പോൾ അതിൽ ഫലം ഉണ്ടാകണം എന്നുള്ള വിഷയം. അപ്പോൾ അത് ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും സ്വാഭാവികമായി ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന നിലയിൽ കർത്താവ് പറയുന്ന വിഷയം, കർത്താവ് ഒരു വ്യക്തിയെ തന്നോട് ചേർത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫലം കായ്ക്കണം, കർത്താവിന് പ്രയോജനപ്പെടണം, ഫലം അല്ലെങ്കിൽ ആ കൃഷിയുടെ അനുഭവം കർത്താവിന് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ശാഖകളും മുന്തിരിവള്ളിയും. കൊമ്പുകളും മുന്തിരിവള്ളിയും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന വിഷയം, ദൈവത്തിന് ഈ മുന്തിരിവള്ളിയെക്കുറിച്ചും മുന്തിരിവള്ളിയിൽ ചേർക്കപ്പെട്ട് നിൽക്കുന്ന ശാഖകളെ കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. അത് ഫലം കായ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അതിന് കാരണം പല നിലകളിൽ ഉപമാനങ്ങളിൽ കർത്താവ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 27-ാം വാക്യം, 1 കൊരിന്ത്യർ 12-27 നമുക്കറിയാവുന്ന വാക്യമാണ്. കർത്താവിനെ ശരീരത്തോടും വിശ്വാസികളെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളോട് ചേർത്ത് അവിടെ പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ പ്രായോഗികമായിട്ടുള്ള ആശയം എഫേസ്യ ലേഖനം 4:12 നമ്മൾ വായിക്കുന്നത്. എഫേസ്യർ 4:12 അവിടെ ഈ വളർച്ച അല്ലെങ്കിൽ ആത്മീക ഫലം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ അപ്പോസ്തലന്മാര്, പ്രവാചകന്മാർ എന്നുള്ള സ്ഥാനീയ ശുശ്രൂഷകളോട് ബന്ധപ്പെട്ടാണ് ആ വിഷയം പറയുന്നത്. അവിടെ പറയുന്ന വിഷയം എഫേസ്യ ലേഖനം 4:12, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളും. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവിലേക്ക് വരുന്നതാണ് ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത്. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് പുരുഷത്വവും പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഫലകരമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി ഇതിന്റെ ആക്ഷരികമായിരിക്കുന്ന ചിത്രീകരണം നമ്മൾ ഗലാത്യർ 5:22 മുതൽ ആത്മാവിന്റെ ഫലങ്ങളോ എന്ന് പറഞ്ഞ് 7 കാര്യങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്ന വാക്യങ്ങളാണ്. അപ്പോൾ ആ വിഷയത്തിലാണ് ഒരു
ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി കർത്താവിനോട് ചേർന്ന് വസിക്കുന്നു എന്നതിന്റെ അടയാളമായിട്ട് വെളിപ്പെടുന്ന ഫലങ്ങളാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇവിടെ മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ള നിലയിൽ ശിഷ്യന്മാരെയും കർത്താവിനെയും ചേർത്ത് പറയുന്നതിന്റെ ആശയം എന്ന് പറയുന്നത്, ക്രിസ്തു ശിഷ്യന്മാർ, കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്ന വ്യക്തികളായിരിക്കണം. അതായത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ സമ്പൂർണ്ണ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളായി നാം വർക്ക് ചെയ്യുമ്പോൾ, നാം ഫങ്ഷൻ ചെയ്യുമ്പോൾ, അവിടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കർത്താവ് നമ്മളിലൂടെ വെളിപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരണം, കർത്താവിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അവസ്ഥയിൽ വരണം എന്നുള്ളതാണ്. കർത്താവ് നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയമല്ല. മാനുഷികമായ സകല കുറവുകളും ഒക്കെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇത് തികവിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് വളരെ കഷ്ടപ്പാടുകൾ, ബറ്റപ്പാടുകളുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത് കൊമ്പ് വള്ളിയോട് ചേർന്ന് ജീവിക്കുന്നതനുസരിച്ച് കൊമ്പിൽ ഫലം പുറപ്പെടുമെന്നുള്ളതാണ് കർത്താവ് താഴോട്ട് പറയുന്ന വിഷയം. അപ്പോൾ ഒന്നാമത്തെ വിഷയം ഈ മുന്തിരി കൊമ്പിനെ കുറിച്ച്, കൊമ്പുകളെ കുറിച്ച് കർത്താവിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ മുന്തിരി വള്ളിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ തോട്ടക്കാരന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫലം കായ്ക്കുക. ഈ മുന്തിരി വള്ളിയിൽ നിന്ന് കിട്ടുന്ന ആ രസത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ധാരയ്ക്കനുസരിച്ചുള്ള മുന്തിരിയുടെ അനുഭവം പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. നമ്മൾ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ നല്ല മുന്തിരി നട്ടു, കാട്ടുമുന്തിരിങ്ങയാണ് ഉണ്ടായത് എന്ന് വായിക്കുന്നുണ്ട്. അത് കർത്താവ് ചേർത്ത് പറയുന്ന ഒരു വിഷയമാണ്. കർത്താവ് നല്ല മുന്തിരി നട്ടു, ഫലമുണ്ടായപ്പോൾ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. അതിന് കാരണം ഈ ജനം കർത്താവിനെ വിട്ട് കളകൾ ഉള്ളിലേക്ക് വരുവാനായിട്ട്, അതായത് കർത്താവ് ചെയ്ത കൃഷിയിലേക്ക് ആ കൃഷി നഷ്ടപ്പെട്ടു പോവുകയും കളകൾ വന്ന് മുളയ്ക്കുവാനായിട്ട് ഇടയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് അവിടെ ഉപമാനമായിട്ട് കർത്താവ് വിഷയം പറയുന്നത്. ഇനി ഇവിടെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന വിഷയം, ഈ മുന്തിരി വള്ളിക്ക് ഫലം കായ്ക്കുവാനായിട്ടുള്ള ഉപാധികൾ അല്ലെങ്കിൽ മുഖാന്തരങ്ങളാണ് കൊമ്പുകൾ എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുന്തിരി വള്ളി താനെ വള്ളിയായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അതിൽ ഫലം ഉണ്ടാവില്ല. വള്ളിയെ കൂടെ 1-2 കൊല മുന്തിരിങ്ങ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ മുന്തിരി വള്ളി മുകളിലോട്ട് വളർന്നു വരുന്തോറും അതിന് ശാഖയില്ലെങ്കിൽ അതിന്റെ കൂമ്പ് കട്ട് ചെയ്ത് ശാഖ ഉണ്ടാക്കുവാനായിട്ട് കൃഷിക്കാർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ അതിൽ നിന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഈ കൊമ്പുകൾ ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള മുഖാന്തരമാണ് ഈ മുന്തിരിവള്ളി വസിക്കുക. അല്ലെങ്കിൽ മുന്തിരിക്ക് ഫലം പുറപ്പെടുവിക്കാനുള്ള മുഖാന്തരമാണ് ശാഖകൾ അല്ലെ കൊമ്പുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയത്തിലുള്ള കർത്താവ് ഈ ഭൂമിയിൽ വന്ന് രക്ഷമാർഗം ഒരുക്കി ശിഷ്യന്മാരെ ആ ദൗത്യം ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു ദൗത്യമാണ് ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും ഈ സുവിശേഷം അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയണം, കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ കർത്താവ് ജീവരസമായിട്ട് നിൽക്കുന്ന മുന്തിരിവള്ളിയിൽ നിന്നുകൊണ്ട് ഈ ശാഖകൾ, ഈ കൊമ്പുകളെ അവിടെ ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉപാധി അല്ലെ മുഖാന്തരം, ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള മുഖാന്തരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ശാഖകളെ കുറിച്ചാണ്. ശാഖകളില്ലാതെ മുന്തിരിവള്ളിക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയില്ല. ഇത് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആ കാര്യം കൃത്യമായിട്ട് പറയുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ കർത്താവുമായിട്ട് ചേർന്ന് വസിക്കേണ്ട, കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കേണ്ട ഒരു ആവശ്യകത ദൈവത്തിന്റെ ആത്മാവ് അവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, അല്ലെ കർത്താവ് അവരോട് കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കൊമ്പുകളിലാണ് ഫലം ഉണ്ടാകുന്നത്. ഫലം ഉണ്ടായി കഴിയുമ്പോൾ അറിയാം, നമ്മളൊരു നടന്നു പോകുമ്പോൾ എന്ത് വൃക്ഷമാണ് ആ നിൽക്കുന്ന. ചില വൃക്ഷങ്ങളിലൊക്കെ ഇലകളൊക്കെ സമാനമായിരിക്കും, പക്ഷെ അതിൽ കായുണ്ടായി കഴിയുമ്പോൾ അത് എന്ത് വൃക്ഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് ഇവിടെ വിഷയം. കർത്താവിൽ ചേർന്ന് വസിച്ചാലാണ് കർത്താവിൽ നിന്നുള്ള ഫലങ്ങൾ കൊമ്പുകളിൽ കൂടെ ഉണ്ടാകുകയുള്ളൂ എന്ന് കർത്താവ് പറയുന്നു. 3-ാമത്തെ വിഷയം ചേർന്ന് വസിക്കുക. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിന്റെ 4-ാം വാക്യം തന്നെയാണത്. ചേർന്ന് വസിക്കുക എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ ചേർന്ന് വസിക്കുന്നവർക്കാണ് ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ചേർന്ന് വസിക്കാത്ത കൊമ്പുകൾക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇവിടെ വിശ്വാസികളുടെ ജീവിതത്തിൽ രക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ചില വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഈ വിഷയം ശ്രദ്ധിച്ചു പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന കൊമ്പുകളാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ചേർന്ന് വസിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കാത്ത അവസ്ഥ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പക്ഷെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ലേഖനത്തിൽ വായിക്കണം, കാട്ടൊലിവൻ ശാഖകളെ നമ്മളെ നല്ലൊരുവരോട് ചേർത്ത് ബന്ധിച്ചു നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്.
അപ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നോട് നമ്മളെ ചേർത്ത് ബന്ധിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ചേർത്ത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഗണത്തിൽ ചില ആളുകൾ എന്തുണ്ട്, ഈ ശരിയായ രക്ഷയുടെ അനുഭവം ഇല്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ചേർന്ന് നിൽക്കുന്നുണ്ട്. കർത്താവ് ഒരു ഉപമയും പറഞ്ഞിട്ടുണ്ട്. കൃഷിക്കാരൻ ഗോതമ്പ് കൃഷി ചെയ്തു. ഗോതമ്പ് കൃഷി ചെയ്തപ്പോൾ മുളച്ചു വന്നപ്പോൾ കള കൂടി മുളച്ചു വന്നു. ഈ രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് വളരുവാനായിട്ട് കൃഷിക്കാരൻ അനുവദിച്ചു, അല്ലെങ്കിൽ കർത്താവ് അനുവദിച്ചു. കൊയ്ത്ത് നാളിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കളയും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കളകൾ, അതായത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുകൂടെ രക്ഷിക്കപ്പെടാത്തവരും ചേർന്ന് ഞാനും രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് എന്നതിന്റെ ആശയം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൊമ്പുകൾക്ക് വള്ളിയോട് ചേർന്ന് വസിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ, ഫലം കായ്ക്കാനായിട്ടും കഴിയും. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ശിഷ്യന്മാർ, കർത്താവ് ഇവിടെ നിന്ന് പോവുകയാണ്. കർത്താവ് ഇവരെ ശാരീരികമായി ഇവരെ വിട്ട് കർത്താവ് പോകുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ കുറിച്ചുള്ള ആ വാഗ്ദത്വമൊക്കെ കൊടുത്ത് അവരെ ബലപ്പെടുത്തി നിർത്തുമ്പോൾ തന്നെ കർത്താവിൽ ആശ്രയിച്ചും കർത്താവിന്റെ ഉപദേശത്തിൽ ആശ്രയിച്ചും അവർ നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ പ്രധാനമായിട്ടും വായിക്കുന്നത്. ഇനി നാലാമത് നമ്മൾ കാണുന്ന പിതാവായിരിക്കുന്ന തോട്ടക്കാരന്റെ പ്രത്യേകതയാണ് ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്. രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ, പിതാവ്, തോട്ടക്കാരൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഇവിടെ രണ്ട് കൊമ്പുകളുണ്ട്. ഒന്ന് വസിക്കാത്ത കൊമ്പുകളും ഫലം കായ്ക്കാത്ത കൊമ്പുകളും. ഈ രണ്ട് കൊമ്പുകളും അവിടെ നിൽക്കുകയാണ്. അധികം ഫലം കായ്ക്കാത്ത എന്ന് പറഞ്ഞാൽ 1-2 ഫലങ്ങളെ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ള ആശയം. വസിക്കാത്ത കൊമ്പുകൊണ്ട് ഫലം കായ്ക്കാത്ത കൊമ്പ്. ഈ വസിക്കാത്ത കൊമ്പുകളെ കുറിച്ചാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. അത് ഉണങ്ങിപ്പോവുകയും അത് തീക്കായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിഷയം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന വിഷയം എന്ന് പറയുന്നത്, വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താ, ചില ചെത്തിവെടിപ്പാക്കലുകൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ഈ ചെത്തിവെടിപ്പാക്കൽ, നമ്മൾ എബ്രാലയനത്തിലേക്ക് വരുമ്പോൾ അതിനെ ബാലശിക്ഷ എന്ന ഭാഷയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ബാലശിക്ഷകൾ ദൈവം തരുന്നു. അത് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടാണ് അനുഭവിക്കുവാനായിട്ട് കഴിയുക. ശിക്ഷണം എന്ന് നമ്മൾ അതിനെ പറയുന്നു. ചെത്തിവെടിപ്പാക്കൽ, നമ്മുടെ ജീവിതത്തിൽ ഫലം കായ്ക്കാത്ത അനുഭവം ഉണ്ടാകുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്ന് ഫലം കായ്ക്കുവാനായിട്ട് ദൈവം ചില അവസരങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്ന വിഷയം. ഇനി ഇവിടെ ഈ ചെത്തി വെടിപ്പാക്കുന്നതിന്റെ ഉദ്ദേശവും പറയാം. ഫലം കായ്ക്കണം എന്നുള്ളത് ഒരു വിഷയമാണ്. എന്നാൽ ഈ കർത്താവ് മുന്തിരിവള്ളി, അത് ജീവനുള്ള മുന്തിരിവള്ളി അല്ലെങ്കിൽ സ്വാഭാവിക ആക്ഷരികമായ മുന്തിരിവള്ളിയെ കുറിച്ചല്ല, കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോടുള്ള ബന്ധത്തിലുള്ള ഈ ചെത്തി വെടിപ്പാക്കലിനെ കർത്താവ് കുറച്ചുകൂടെ വിശദമായിട്ടാണ് വെളിപ്പെടുത്തി തരുന്നത്. അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം ചെത്തി വെടിപ്പാക്കുക എന്നതിന്റെ ആശയം അശുദ്ധി മാറ്റിക്കളയുക എന്നുള്ളതാണ്. അപ്പൊ ചിലത് ഈ ആത്മീയ ജീവിതത്തിലുള്ള വിഷയം അശുദ്ധി ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ആത്മീകമായിട്ട് മുരടിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കാതിരിക്കും. അപ്പോൾ കർത്താവ് ചെയ്യുന്ന വിഷയം ഈ ആത്മീകമായ അശുദ്ധി അല്ലെങ്കിൽ ആത്മീകമായ മുരടിപ്പ് ജീവിതത്തിലുള്ള വ്യക്തികളെ കർത്താവ് ചെത്തിവെടിപ്പാക്കുന്നു ആക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ഉടനെ കൊടിവാളും കത്തിയൊക്കെ ആയിട്ട് വന്ന് ചെത്തിവെടിപ്പാക്കും, അല്ല കത്രിക കൊണ്ട് വന്ന് ചെത്തിവെടിപ്പാക്കും എന്ന് ചിന്തിക്കാതിരിക്കാൻ കർത്താവ് കൃത്യമായിട്ട് അവരോട് പറയുന്ന വിഷയമാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ ആശയം എന്ന് പറഞ്ഞാൽ ദൈവവചനത്താലാണ് ഈ ചെത്തിവെടിപ്പാക്കൽ നടക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതം നാം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീക മുരടിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫലം കായ്ക്കാത്ത അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, കർത്താവ് ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടാതെ വരുമ്പോൾ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി തന്റെ വചനത്താൽ നമ്മളെ ഒന്ന് ചെത്തി വെടിപ്പാക്കും. അതാണ് കർത്താവ് കൃത്യമായിട്ട് തന്റെ വചനത്താൽ, എന്നിട്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് പറഞ്ഞാൽ ഈ മുന്തിരിവള്ളിയോട് ചേർക്കപ്പെട്ട ഓരോ വിശ്വാസിയും ഓരോ ശിഷ്യന്മാരും ശുദ്ധിയുള്ളവരാണ്. എന്നാൽ തോട്ടക്കാരൻ നോക്കുമ്പോൾ വേണ്ടത്ര ഫലമില്ലെങ്കിൽ ശുദ്ധീകരണത്തിനായിട്ട് ഒരു ചെത്തി വെടിപ്പാക്കൽ പ്രക്രിയ ഉണ്ട്. അത് പെയിൻഫുൾ ആണ്. നമുക്കറിയാം, ചെത്തിയാൽ എത്രയായാലും വേദന ഉണ്ടാകും. വേദനയുള്ളതാണ്, എന്നാൽ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, അത് ഫലം കായ്ക്കുവാനായിട്ടുള്ളതാണ്. എവിടെയാണോ മുരടിപ്പ് വന്നത് ആ ഭാഗമാണ് ചെത്തി വെടിപ്പാക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം കർത്താവിനോട് ചേർന്ന് വസിക്കുക എന്നുള്ളതാണ്. കർത്താവിൽ നിന്ന് ഒരു വിശ്വാസി അകന്നു നിൽക്കുമ്പോഴാണ്
അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് ആ ജീവരസം അല്ലെങ്കിൽ ജീവമായിരിക്കുന്ന ജീവൽ ഘടകമായിരിക്കുന്ന ആ രസം നമ്മളിലേക്ക് പകർന്നു വരുവാൻ തടസ്സമുള്ളപ്പോഴാണ് നമുക്ക് മുരടിപ്പുണ്ടാകുന്നത്. അല്ലെ കർത്താവിനെ നമ്മൾ വിസ്മരിച്ച് നിൽക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് ഇത് ജീവൽ ഘടകമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. കേവലം ഒരു മുന്തിരിവള്ളിയാണെങ്കിൽ ആ കൊമ്പിൽ വള്ളിയിൽ മുളയ്ക്കാത്തത് അല്ലെങ്കിൽ മുളച്ചതിനോട് ശരിക്ക് ചേർന്ന് നിൽക്കാത്തതൊക്കെ ഉണങ്ങിപ്പോകും. എന്നാൽ ഇത് ജീവൽ ഘടകങ്ങൾ മനുഷ്യരെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്നിൽ ചേർന്ന് വസിപ്പിൻ, കർത്താവിനോട് ചേർന്ന് വസിക്കണം. അതാണ് പ്രബോധനം. ഈ ദൈവസന്നിധിയിൽ കർത്താവെങ്കിലാണ് ഒരു വിശ്വാസിയുടെ ആശ്രയം അല്ലെങ്കിൽ സ്ഥിരവാസം എന്നുള്ള കാര്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 90-ാം സങ്കീർത്തനം അതിന്റെ 1 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവെ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ആശ്രയം അല്ലെ സങ്കേതം എന്ന് പറയുന്നത് കർത്താവാണ് അല്ലെ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ആദ്യത്തെ 7 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് ഈ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാനായിട്ട് കഴിയില്ലെന്ന് പറഞ്ഞാൽ തന്നെത്താൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടുകയൊന്നും വേണ്ട, വിശ്വാസികളെക്കാട്ടിലും നന്നായിട്ട് ജീവിക്കണം നല്ല മനുഷ്യർ വേറെ ഉണ്ട്. എന്നാൽ ആ നല്ല ജീവിതവും ഒരു വിശ്വാസിയുടെ വിശ്വാസ ജീവിതവും തമ്മിൽ വളരെ അന്തരമുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്ന വിഷയം മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീക ഫലങ്ങൾ തനിയെ ഉണ്ടാകത്തില്ല. അവൻ കർത്താവിൽ എത്രത്തോളം ആശ്രയിച്ച് പറ്റിച്ചേർന്ന് നിൽക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലേ കഴിയുള്ളൂ. എന്നിട്ട് കർത്താവ് 5-ാം വാക്യത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുക, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പോൾ കർത്താവ് വളരെ കൃത്യമായിട്ട് ഇവരോട് പറയുന്ന വിഷയം, ഈ ഫലം എന്ന് പറയുന്നത് എന്താണെന്ന് ഈ അധ്യായം അവസാനിക്കുമ്പോഴാണ് കർത്താവ് അവർക്ക് വ്യക്തമായി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നിൽ ചേർന്ന് വസിച്ചാൽ നിങ്ങൾക്ക് ധാരാളം ഫലമുണ്ടാകും. അതാണ് 5-ാം വാക്യം എടുത്തു പറയുന്ന വിഷയം. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനി കർത്താവ് ഇവിടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചാൽ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അപ്പൊ നമുക്ക് സ്വന്തം ശക്തിയാൽ, സ്വന്തം ബുദ്ധിയാൽ, സ്വന്തം വിവേകത്താൽ ആത്മീകനായി ജീവിക്കാനോ ദൈവത്തിന് പ്രസാദമുള്ള നിലയിൽ ജീവിക്കാനോ സാധിക്കത്തില്ല. കർത്താവിൽ വസിക്കുന്നു എങ്കിൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. 6-ാം വാക്യത്തിൽ വരുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത്, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, ഇത് വെന്തുപോകും. ഇത് കർത്താവിൽ വസിക്കാത്തവൻ ആരാ? കർത്താവ് ചേർത്ത് വെച്ചവര് കർത്താവിൽ ചേർത്ത് ഒട്ടിച്ച് ബഡ്ഡി ചെയ്ത് വെച്ചേക്കുവാണ് കർത്താവില്. അപ്പൊ കർത്താവിനോട് അടുത്ത് വന്നിട്ട് നമുക്കറിയാം, നമ്മൾ ഈ വിഷയം പഠിച്ചു വരുമ്പോൾ ഇതിനു മുമ്പുള്ള വിഷയങ്ങൾ ഇതിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കർത്താവിനെ അനുഗമിച്ചിരുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ കർത്താവിനെ അനുഗമിച്ചിട്ടുണ്ട്. കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ പുറകെ വലിയ ജനാവലി ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ വാസ്തവമായും കർത്താവിനെ വിശ്വാസത്താൽ അംഗീകരിച്ചവര് ചുരുക്കം പേരുണ്ടായിരുന്നു. കാരണം അവര് വന്ന രോഗസൗഖ്യത്തിനും കാര്യസാധ്യത്തിനും വിശപ്പ് മാറാനും ഒക്കെ ആയിട്ടാണ് അവർ കൂടെ കൂടിയത്. ഇങ്ങനെ ഈ കാലത്ത്, അതായത് കർത്താവ് പോയതിന് ശേഷവും വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ചേർന്ന് വരും എന്ന് കർത്താവ് മുന്നമേ സൂചന കൊടുത്തിട്ട് പറയണം. അങ്ങനെയുള്ള ആളുകൾ ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ അവർക്ക് ആത്മീകമായിട്ട് യാതൊരു ഫലവും. ഇതുകൊണ്ട് കർത്താവിനെ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്ന് പറയുന്നത്. ഇനി അതിന്റെ 8 മുതൽ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ, 9 മുതൽ താഴോട്ട് വരുമ്പോൾ ഈ കർത്താവിൽ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 5 ഫലങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് അതിന്റെ 9, 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഇവിടെ 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ 2 വാക്യം 9, 10 വാക്യങ്ങളിൽ അല്ലെങ്കിൽ കർത്താവിൽ വസിക്കുന്നതിന്റെ 2 റിസൾട്ടുകൾ അല്ലെങ്കിൽ 2 ഫലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന്, അവനിൽ വസിക്കുന്ന വ്യക്തി, കർത്താവിൽ വസിക്കുന്ന വ്യക്തി സ്നേഹത്തിൽ വസിക്കുന്നു. യോഹന്നാൻ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ലോകത്തിൽ തനിക്കുള്ളവരെ കർത്താവ് മുൻപ് സ്നേഹിച്ചതുപോലെ, അവരെ ആദിയിൽ സ്നേഹിച്ചതുപോലെ തന്നെ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്കറിയോത്ത യൂദായെ അടക്കം കർത്താവ് വിളിച്ച നാളിൽ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ ലാസ്റ്റ് മൊമെന്റ് വരെ, അതായത് കർത്താവ് അവനെ വിട്ടു പോകുന്നത് വരെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അവൻ തൂങ്ങിച്ചാകുന്നത് വരെ കർത്താവ് അവനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മടങ്ങി വരവിനുള്ള സമയം അല്ലെങ്കിൽ ആഹ്വാനം, ഒരു അവസരം അവന് മുന്നിൽ കർത്താവ് നീട്ടിയിരുന്നു എന്നതിന്റെ ആശയം. അപ്പോൾ ഇവിടെ
കർത്താവിൽ വസിക്കുന്നതിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്നേഹത്തിൽ വസിക്കുവാനായിട്ട്, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ 15-ാം അധ്യായം തന്നെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലോകത്തിൽ കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൽ കഷ്ടതയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തിലേക്ക് പിന്നാലെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് കാണുന്ന വിഷയം, കർത്താവിൽ വസിക്കുന്ന വ്യക്തി, അല്ലെ കർത്താവിൽ ഒരു വ്യക്തി വസിക്കുമ്പോൾ അവൻ സ്നേഹത്തിലാണ് വസിക്കുന്നത്. രണ്ടാമത്തെ വിഷയം 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് തന്നെയാണ്. 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് എങ്ങനെയാണോ പുത്രനെ സ്നേഹിച്ചത്, അതുപോലെ പുത്രൻ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നു. അടുത്ത വാക്കാണ് അതിന്റെ പ്രധാന വിഷയം, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഈ സ്നേഹത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് കണ്ടീഷണലാണ്. ഈ മേളിൽ പറയുന്ന വിഷയം പറഞ്ഞു വരുമ്പോൾ കർത്താവ് നമ്മളെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ കർത്താവിനോട് ചേർത്ത് വെച്ചിട്ട് അതിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന രംഗം വരുമ്പോൾ നാം എത്രത്തോളം കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ, ക്രിസ്തുവിൽ വസിക്കുന്നവർ അവന്റെ കൽപ്പന അനുസരിക്കും. നമ്മൾ ആദ്യം കണ്ടത് സ്നേഹത്തിൽ വസിക്കും, 2 അവന്റെ കൽപ്പന അനുസരിക്കും. ഇതാണ് പ്രത്യേകമായി ഇരിക്കുന്ന വിഷയം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8:28 നമ്മൾ ഓൾറെഡി അധ്യായം കഴിഞ്ഞ് മുന്നോട്ട് വന്നതാണ്. അവിടെ എല്ലാം പറയുന്ന ഒരു വിഷയം, പിതാവ് എന്നോട് കൽപ്പിച്ചത് ഞാൻ കൃത്യമായി അനുസരിച്ചിരിക്കുന്നു. കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയം, പിതാവ് എന്നെ ഏൽപ്പിച്ചത്, പിതാവ് എന്നോട് കൽപ്പിച്ചത്, പിതാവ് എന്നെ നിയോഗിച്ചത്, അത് ഞാൻ അങ്ങനെ തന്നെ നിറവേറ്റിയിരിക്കുന്നു. കർത്താവ് അവസാനമായി ഗസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അവിടെയും പിതാവെ നിന്റെ ഇഷ്ടം, അതായത് പുത്രനെ കുറിച്ച് പിതാവ് എന്തായിരുന്നോ പദ്ധതി ചെയ്തിരുന്നത്, എന്താണോ പുത്രൻ അനുസരിക്കണമെന്ന് പിതാവ് പദ്ധതി ചെയ്തത്, ആ പദ്ധതി പൂർണ്ണമായി നിറവേറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതേ നിലയിൽ നമ്മൾ കർത്താവിനെ അനുസരിക്കണം, അല്ലെ ശിഷ്യന്മാർ കർത്താവിനെ അനുസരിക്കണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് അവനിൽ വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന വിഷയം. മൂന്നാമത്തെ വിഷയം അതിന്റെ 12-ാം വാക്യമാണ്. 12-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. ഇത് കർത്താവ് 13-ാം അധ്യായത്തിൽ പുതിയൊരു കൽപ്പന എന്ന് പറഞ്ഞ് 13:34 വരുമ്പോൾ, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനെ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ, ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തികൾ കൂട്ടു സഹോദരനെ സ്നേഹിക്കും, അല്ലെങ്കിൽ സഹവിശ്വാസികളെ സ്നേഹിക്കും. വിശ്വാസികളെ, ക്രിസ്ത്യാനികളോട് പൊതുവിൽ, അല്ലെങ്കിൽ വിശ്വാസികളോട് പൊതുവിൽ സ്നേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഈ ക്രിസ്തുവിലുള്ള വാസത്താൽ നമുക്ക് ലഭിക്കുന്നു. അത് കടമയുമുണ്ട്, ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു വിഷയം. എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിൽ ഒരു വ്യക്തി വസിക്കുമ്പോൾ അവന് ദൈവത്തോട് സ്നേഹം വർദ്ധിക്കുന്നു, ദൈവവചനത്തോട് സ്നേഹം വർദ്ധിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ദൈവകൽപ്പന അനുസരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സൊരുക്കം അവനുണ്ടാകുന്നു. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് വചനം പഠിക്കുവാനും കൂട്ടായ്മകൾക്ക് പോകുവാനും സഹോദരന്മാരെ കാണുവാനും അവരോട് ഇടപെടുവാനും ഒക്കെ ഭയങ്കര ഉത്സാഹം. കാലങ്ങൾ കഴിയുമ്പോൾ ഇതിനകത്ത് കർത്താവ് പറഞ്ഞ പോലെ ഈ വേണ്ടത്ര പറ്റിച്ചേർന്ന് വസിക്കാത്തത് കൊണ്ട് മുരടിപ്പ് ഉണ്ടാകുന്നു. ഇനി 4-മതായിട്ടുള്ള വിഷയം, വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹവും ഈ ക്രിസ്തുവിലുള്ള വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ 1-ന്റെ 9 വരുമ്പോൾ, കർത്താവിന് കണ്ടും കേട്ടുമുള്ളത് നമ്മളെ അറിയിക്കുന്നത് അവനോട് കൂട്ടായ്മ, അതായത് അപ്പോസ്തലന്മാർക്ക് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ അവരനുഭവിച്ചതുപോലെ നാമും അപ്പോസ്തലന്മാരോടുള്ള കൂട്ടായ്മയിൽ വന്ന് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ ചേരുക. അതൊരു ചെയിൻ പോലെയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ വരുമ്പോഴും ഈ അരുളപ്പാട് തന്നതിനെ കുറിച്ചും അതേ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയുടെ അനുഭവം ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ടാവും. അപ്പൊ ക്രിസ്തുവിൽ വസിക്കുന്നതിന്റെ 3-മത്തെ ഫലം എന്ന് പറയുന്നത് സഹവിശ്വാസികളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, എങ്ങനെ കർത്താവ് ശിഷ്യന്മാരെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനായിട്ട്, പരസ്പരം സ്നേഹിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. 4-മത്തെ ഗുണം എന്ന് പറയുന്നത് 15-ാം അധ്യായം 11-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. അപ്പോൾ കർത്താവിൽ വസിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. സന്തോഷം പൂർണ്ണമാകും. നമ്മൾ അതിനെ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിൽ വസിക്കുമ്പോൾ സന്തോഷ പരിപൂർണത ഉണ്ടാകും എന്നതിന്റെ ആശയം. എന്നാൽ അവിടെ കർത്താവ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. ഒരു വിശ്വാസിയുടെ ജീവിതം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സന്തോഷപൂർണത ഉണ്ടാകണമെങ്കിൽ
ക്രിസ്തുവിന്റെ സന്തോഷം അവനിൽ വ്യാപരിക്കണം. ക്രിസ്തുവിന്റെ സന്തോഷം അവനിൽ വ്യാപരിക്കുന്നത് കർത്താവിനോട് ചേർന്ന് അല്ലെ കർത്താവിൽ അവൻ വസിക്കുമ്പോഴാണ്. അപ്പോൾ ഇതിനെ കർത്താവിന്റെ സന്തോഷം അല്ലെ, നമ്മൾ ഇതിനെ കർത്താവിന്റെ സന്തോഷം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കർത്താവിന്റെ സന്തോഷം നമ്മളിലേക്ക് പകരപ്പെടുന്നു. ഈ മുന്തിരിവള്ളിയിൽ നമ്മൾ ചേർന്ന് വസിക്കുമ്പോൾ നമ്മളിലേക്ക് പകർന്നു കിട്ടുന്ന ഒന്നാണ് കർത്താവിന്റെ സന്തോഷം. ആ സന്തോഷം നമ്മൾ ഫലമായിട്ട് പുറപ്പെടുവിക്കുമ്പോൾ സന്തോഷപൂർണ്ണത എന്ന് പറയുന്നത് നമ്മളോട് ഇടപെടുന്നവർക്ക് സന്തോഷം ഉണ്ടാകും. ഇനി ഈ സന്തോഷത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് 16-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ പറയുന്ന 22-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. കർത്താവിനോട് ചേർന്ന് വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷം. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി കർത്താവുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വയമേവ പകരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ കർത്താവിന്റെ സന്തോഷം. അത് ആരിൽ നിന്നും എടുത്തു കളയാനായിട്ട് പറ്റത്തില്ല, ആർക്കും എടുത്തു കളയാനായിട്ട് പറ്റില്ല. അത് കർത്താവ് പോയതിന് ശേഷം ഭൂമിയിൽ പകരപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ട് അതിനെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. ഇവിടെ കർത്താവിന്റെ സന്തോഷം, അതായത് എന്റെ സന്തോഷം എന്ന് കർത്താവ് പറഞ്ഞു. അത് ആരും എടുത്തു കളയില്ല എന്ന് 16-ാം അധ്യായത്തിൽ പറഞ്ഞു. ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവില്ല, കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോയി. പിന്നെ ഇവിടെയുള്ളത് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് അതിനെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എന്ന് പറയുന്നു. റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം, എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. ആ വാക്യത്തിൽ പറഞ്ഞ ആത്മാവിന്റെ സന്തോഷം. അതേ വാക്യം തന്നെ 1 തെസ്സലോനിക്കർ 1:6, റോമാലേഖനം 14:17, 1 തെസ്സലോനിക്കർ 1:6. അവിടെ കഷ്ടതയുടെ മുമ്പാകെ ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ അവനിൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം, ആത്മാവിന്റെ സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്ന വിഷയം, കർത്താവിൽ ചേർന്ന് വസിക്കുന്ന ഒരു വിശ്വാസിക്ക് കർത്താവിന്റെ അസാന്നിധ്യത്തിൽ, ഇവര് ശിഷ്യന്മാര് കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോഴാണ് കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവ് അവരെ വിട്ടുപിരിയുമ്പോൾ കർത്താവ് ഒരു കാര്യസ്ഥനെ അവർക്ക് പകരമാക്കി. അപ്പോൾ കർത്താവ് കൂടെ ഇരിക്കുമ്പോൾ അത് കർത്താവിന്റെ സന്തോഷമായിട്ട് നിൽക്കുന്നു. കർത്താവ് വിട്ടുപോയി കാര്യസ്ഥനിലൂടെ കർത്താവ് ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ അത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷമായിട്ട് നിൽക്കുന്നു. ഈ സന്തോഷം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയില്ല എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ കർത്താവിൽ ചേർന്ന് വസിക്കുമ്പോൾ അവന് സന്തോഷിക്കുവാനായിട്ട്, എന്ന് പറഞ്ഞാൽ ആരും എടുത്തു കളയാത്ത അന്തമില്ലാത്ത ഒരു സന്തോഷത്തിലേക്ക് വരും. അതുകൊണ്ട് കഷ്ടതയിലും സന്തോഷിക്കുവാനായിട്ട് അവന് കഴിയും എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ഈ കഷ്ടതയിലൊക്കെ സന്തോഷിക്കാൻ കഴിയാതെ വരുന്നതിന് കാരണം ഈ കർത്താവിലുള്ള വാസത്തിന്റെ മഹത്വം നമ്മൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. അത് വ്യക്തിപരമായ ഒരു അനുഭവമാണ്, സഭയായിട്ട് കിട്ടുന്ന അനുഭവമല്ല, കുടുംബപരമായിട്ട് കിട്ടുന്ന അനുഭവമല്ല. ഇത് വ്യക്തിപരമാണ്. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലും എത്രത്തോളം കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നുവോ, ഈ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് കൽപ്പനയുടെ അനുസരണത്താലാണ് എന്നാണ് കർത്താവിനോട് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ കർത്താവിനെ എത്രത്തോളം നാം അനുസരിച്ച് ജീവിക്കുന്നു അത്രത്തോളം ഈ ആത്മീക ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒന്ന്, സ്നേഹം വർദ്ധിച്ചു വരും, കൽപ്പന അനുസരിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു, അതിനുള്ള കമ്മിറ്റ്മെന്റ് ലഭിക്കുന്നു, സഹോദര സ്നേഹം വർദ്ധിക്കുന്നു, സന്തോഷം വർദ്ധിക്കുന്നു. 5-മതായിട്ട് നമ്മളെ കർത്താവ് തൻ്റെ സ്നേഹിതന്മാർ ആയി കരുതുന്നു, കൂടെ കൊണ്ടു നടക്കുന്നു, ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ടു നടക്കുന്നു. പഴയ നിയമകാലത്തും ഇതേ അനുഭവമുണ്ട്. നമ്മൾ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 8-ാം വാക്യം. അവിടെ അബ്രഹാമിനെ യഹോവയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മോശയെ കുറിച്ച് പുറപ്പാട് പുസ്തകം 33:11 മോശ ഒരു സ്നേഹിതനോട് ഞാൻ സംസാരിക്കുന്നത് പോലെ മോശയോട് ഞാൻ സംസാരിച്ചു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ കർത്താവിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ 5-മത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹിതൻ എന്നുള്ള, സ്നേഹിതന്മാരോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടാണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ വെറും ഫ്രണ്ട്സ് അല്ല, ആത്മാർത്ഥമായ സ്നേഹിതരോടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനായിട്ട് പറ്റുന്നത്. മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമ്മൾ കാരണം അവിടെ ആത്മാർത്ഥതയുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ കർത്താവ് തന്നിൽ വിശ്വസ്തരായവരെ, തന്നോട് വിശ്വസ്തരായവരെ തനിക്ക് വിശ്വസ്തരായിട്ട് കണ്ട് സ്നേഹിതന്മാരെന്ന് സംബോധന ചെയ്യുന്നു. 14-ാം വാക്യം നമ്മൾ അതാണ് വായിച്ചത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14-15 വാക്യങ്ങൾ. 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. അപ്പോൾ കർത്താവ് ദാസന്മാർക്ക് യജമാനൻ ചെയ്യുന്ന എല്ലാ കാര്യവും അറിയത്തില്ല.
അടുത്ത വാക്ക് എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിതാവിന്റെ ഹിതം, ദൈവഹിതം നമുക്ക് വ്യക്തമായി കർത്താവ് പറഞ്ഞു തരുന്നത് കൊണ്ട് നാം ദൈവത്തിന്റെ സ്നേഹിതന്മാരാണ്. ഈ 5 റിസൾട്ടുകളാണ്, ക്വാളിറ്റീസ് ആണ് നമുക്ക് കർത്താവിൽ വസിക്കുന്നത് മുഖാന്തരം ലഭിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമ്മൾ അതിന്റെ 3ാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ, അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ, ക്രിസ്ത്യാനിലെ വിശ്വാസിയും അല്ലെങ്കിൽ ശിഷ്യന്മാരും ലോകവും തമ്മിലുള്ള ബന്ധം. അവിടെ 18 മുതൽ അവസാനം 27 വാക്യം വരെ നമ്മൾ വായിച്ചു വരുമ്പോൾ, ആദ്യം കർത്താവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം പറഞ്ഞു. അതിനുശേഷം അതിന്റെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ 16 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ തന്നെ ലോകത്ത്, അതായത് ഈ ലോകത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ആക്കിയിട്ട് പോയേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലോകവുമായിട്ട് ക്രിസ്ത്യാനികൾക്ക് ചില ഡീലിങ്സ്, അല്ലെ വിശ്വാസികൾക്ക് ചില ഡീലിങ്സ് ഉണ്ട്. എന്നാൽ ആ ഡീലിങ്സിന്റെ പ്രത്യേകതയാണ് കർത്താവ് ഇവിടെ എടുത്തു പറയുന്നത്. ഇവിടെ കർത്താവ് അതിന്റെ 18 വാക്യത്തിലേക്ക് വരുമ്പോൾ 1ാമത്തെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് ലോകം നിങ്ങളെ പകയ്ക്കും. അതാണ് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന ലോകപരമായിട്ടുള്ള ഒരു പ്രിവിലേജ്. നമ്മൾ ഇത്രയും വാക്യങ്ങൾ വരെ പഠിച്ചപ്പോൾ കർത്താവിൽ വസിക്കുക, കർത്താവിനോട് ചേർന്ന് വസിക്കുക, അതിന്റെ ഫലങ്ങളും അതിന്റെ ആവശ്യകതയും കർത്താവ് പറഞ്ഞു കൊടുത്തു. എന്നാൽ 18 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് ലോകത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസികൾ അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശം എന്ന് പറയുന്നത് ലോകം നിങ്ങളെ പകയ്ക്കും. അതിന് 4 കാരണങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ നമ്മൾ കാണുന്നത്. അതിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 4 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്ന് പറഞ്ഞതിന് കാരണം കർത്താവ് അടിസ്ഥാനപരമായിട്ട് പറയുന്നുണ്ട്, ലോകം ആദ്യം എന്നെ പകച്ചു. നമ്മൾ അതിന്റെ 18 വാക്യത്തിൽ വായിക്കുന്നത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുക. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ വിട്ട് പോകുവാനായിട്ട് പോയി അടുത്ത നാളുകളിൽ, അതായത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെ കർത്താവർക്ക് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കണം. ലോകം നിങ്ങളെ പകയ്ക്കും. പകയ്ക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവരാദ്യം എന്നെ പകച്ചത് കൊണ്ട് എൻ്റെ ശിഷ്യന്മാരായ നിങ്ങളെയും പകയ്ക്കും എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന് ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ടുള്ള വിഷയം ലോകത്താലുള്ള അനുമോദനമല്ല, പകപ്പാണ്. പകയ്ക്കുക, ശത്രുവായിട്ട് കാണും എന്നുള്ളത് കർത്താവ് മുൻകൂട്ടി കൊടുക്കുക. 1ാമത്തെ വിഷയം, അത് കർത്താവിനെ പകച്ചത് കൊണ്ടാണ് നമ്മളെ പകയ്ക്കുന്നത്, 1ാമത്തെ വിഷയം. 2ാമത്തെ വിഷയം 19 വാക്യം, നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട്. ഇവിടെ കർത്താവ് പ്രത്യേകമായിട്ട് 2 വിഷയം നമുക്ക് അവിടെ കാണാം. ഒന്ന്, നമ്മൾ ലോകക്കാരല്ലാത്തത് കൊണ്ട്, നമ്മൾ പറയുമ്പോൾ വി ആർ നോട്ട് ബിലോങ്ങിങ് ടു ദ വേൾഡ്. നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ഈ ലോകത്തിന് അവകാശപ്പെട്ടവരല്ല. നമ്മൾ അതുകൊണ്ട് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇവിടെ ഇപ്പൊ പൗരത്വത്തിന് വേണ്ടി ഭയങ്കര പ്രശ്നം, എന്തൊക്കെ രേഖ കൊടുത്താലും പൗരത്വം ഇല്ല, പാസ്പോർട്ട് കൊടുത്താലും പൗരത്വം ഇല്ലെന്ന് പറയണേ. അപ്പോൾ അതാണ് ലോകത്തിന്റെ അവസ്ഥ. സ്വർഗീയ പൗരത്വം അങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ആ പൗരത്വം എന്നേക്കുമായിട്ട് ലഭിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് ലോകം നിങ്ങളെ പകയ്ക്കുന്നത്. 1ാമത്തെ കാരണം, ലോകം ആദ്യം കർത്താവിനെ പകച്ചു, അതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാരെ പകയ്ക്കും. അത് സ്വാഭാവികമായിരിക്കുന്ന ഒരു പ്രതിഭാസം. 2, നിങ്ങൾ ലോകക്കാരല്ല, നിങ്ങൾ ലോകത്തോട് ബാധ്യതപ്പെട്ടിരിക്കുന്ന, ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളല്ല. നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിനുള്ളവരല്ല. പലപ്പോഴും വിശ്വാസികൾ ലോകപ്രകാരം ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് കർത്താവിൽ വസിക്കാതെ ലോകപ്രകാരം ജീവിക്കുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. അത് വിശ്വാസി തെരഞ്ഞെടുക്കുന്ന വഴിയുടെ പ്രശ്നമാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകക്കാരല്ല, നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് നിങ്ങളെ ലോകം പകയ്ക്കും. 2ാമത്തെ വിഷയം അതേ വാക്യത്തിൽ 19 വാക്യത്തിൽ വായിച്ചത്, നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട്. അപ്പൊ നമ്മൾ ലോകക്കാരായിരുന്നു, ലോകത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ആ ലോകത്തിന്റെ ഭാഗമായിരുന്ന, ലോകത്തിലായിരുന്ന നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ, കൂട്ടത്തിൽ നിന്ന് ഒരുത്തനെ പോയി കഴിഞ്ഞാൽ അവനെ പകയ്ക്കും. നമ്മളൊക്കെ വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ, നമ്മുടെ പിതാക്കന്മാരൊക്കെ വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ അവരുടെ കുടുംബങ്ങളും അവരുടെ സമുദായങ്ങളും ഒക്കെ പടി അടച്ച് പിണ്ടം വെച്ച് നാട്ടിൽ നിന്ന് ഓടിച്ചത് ഏറ്റവും നല്ല ഉദാഹരണം.
അവരതുവരെ ബിലോങ്ങിങ്, അവരുമായിട്ട് അവരുടെ ഭാഗമായിരുന്നു, ആ മതത്തിന്റെ ഭാഗമായിരുന്നു, ആ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു, ആ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു, ആ സമ്പ്രദായത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ ഭാഗമായി മാറിയപ്പോൾ അവർക്ക് ഇവരെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. ഇത്രയും ലളിതമായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവർക്ക് ദൈവത്തെ അറിയാത്തത് കൊണ്ട് അവർ നമ്മളെ പകയ്ക്കുന്നു. 21-ാം വാക്യത്തിൽ വരുമ്പോൾ, എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായിക കൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഏതൊക്കെ? പകയ്ക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. പകപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉപദ്രവവും നാട് കടത്തലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കർത്താവ് പറയണം, അവർക്ക് ദൈവത്തെ അറിയത്തില്ല, അവർക്ക് എന്നെ പിതാവിനെ അറിയത്തില്ല, എന്നെ അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങളെയും അറിയത്തില്ല, നിങ്ങളെ അവര് പകയ്ക്കും. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് കർത്താവ് പറയാനായിട്ടുള്ള കാരണം, ലോകത്തിന്റെ ഭാഗമായിരുന്ന നമ്മളെ അവിടെ നിന്ന് കർത്താവ് എടുത്തു മാറ്റി പ്രത്യേകമായിട്ട് നിർത്തിയപ്പോൾ ലോകക്കാർക്ക് നമ്മൾ വേറൊരു കൂട്ടരാണ്. അവർ നമ്മളെ പകയ്ക്കാനായിട്ടുള്ള കാരണം, നമ്മളെ എടുത്തു മാറ്റിയ ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ വേർതിരിച്ചു നിർത്തിയ ദൈവത്തെക്കുറിച്ച് അവർക്കറിയില്ല. അപ്പോൾ ഈ വേർപാടിന്റെ മഹത്വം, വേർപെടുത്തി ഉള്ള ആ തിരഞ്ഞെടുപ്പിന്റെ മഹത്വം നമുക്കറിയത്തില്ലാതെ വരുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ എടുത്ത സ്ഥലത്തിലേക്ക് പോകും, എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും. ലോകത്തിന്റെ സിസ്റ്റം മുഴുവൻ ഫോളോ ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഇന്നത്തെ വിശ്വാസ സമൂഹത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയത. അവർ തങ്ങളെ വേർതിരിച്ചു, ദൈവത്തിന്റെ അവകാശമാക്കി വേർതിരിച്ചു എന്നുള്ള വസ്തുത മറന്നിട്ട് ലോകത്തെ അനുകരിപ്പാൻ, ലോകക്കാരാൽ ആദരിക്കപ്പെടുവാനായിട്ടുള്ള ഒരു വെമ്പൽ നമ്മുടെ ഒക്കെ ഹൃദയം, ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ജഡ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, അത് നിങ്ങളുടെ ശരീരത്തിലുള്ളപ്പോൾ തന്നെ നിങ്ങൾ ലോകക്കാരല്ല എന്നുള്ള സത്യം മനസ്സിലാക്കി എന്നോട് ചേർന്ന് വസിപ്പിൻ, എങ്കിലേ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയുള്ളൂ. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഇനി ലോകത്തെ ദൈവം ന്യായം വിധിക്കുന്നതിന് 2 കാരണം കൂടെ താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 കാരണങ്ങളാൽ ലോകത്തെ ദൈവം ന്യായം വിധിക്കുവാനായിട്ട് പോകുകയാണ്. 4 കാരണങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അതിൽ 2 കാരണങ്ങള് ശിഷ്യന്മാരോട് ബന്ധപ്പെട്ടു ഇരിക്കുന്ന വിഷയമാണ്. ആ വിഷയോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ലോകത്തിന്, അതായത് നമ്മൾ ലോകക്കാരായിരിക്കാതെ ലോകത്തിന് നമ്മളെ കർത്താവ് എടുത്ത് മാറ്റി വെച്ചു. അപ്പൊ നമ്മളെ വേർപെടുത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ ലോകം നമ്മളെ പകപ്പോടെ നോക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾ ആ പകപ്പ് ഒഴിവാക്കാൻ വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി പോകുവാനായിട്ട് പാടില്ല. കാരണം ലോകത്തെ ദൈവം ന്യായം വിധിക്കുവാനായിട്ട് പോകുകയാണ്. 22-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. ലോകം പാപത്തിനുള്ളിലാണ്. അതിന് കാരണം കർത്താവിന്റെ വചനം, ദൈവവചനം, കർത്താവ് അവരോട് സംസാരിച്ചിരിക്കുന്ന വചനം, അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനം ലോകത്തിന് ന്യായവിധിക്ക് കാരണമാകുന്നു. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന വിഷയം 24-ാം വാക്യം. അവിടെ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു എന്ന് പറയാം. കർത്താവ് യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികൾ ലോകത്തിന് ന്യായവിധിക്കുക, എന്ന് പറഞ്ഞാൽ അവരുടെ പാപത്തെ ബോധ്യപ്പെടുത്തുന്ന വിഷയമായിട്ടാണ്. കർത്താവിന്റെ വാക്കുകളും കർത്താവിന്റെ പ്രവൃത്തികളും, ദൈവത്തിന്റെ വചനവും ദൈവം തന്റെ ശിഷ്യന്മാരിലൂടെ ചെയ്യുന്ന പ്രവൃത്തികളും ലോകത്തിന് ന്യായവിധിക്ക് മുഖാന്തരമായി തീരുന്നു. അപ്പൊ ഇത് നിസ്സാര വിഷയം. തന്നിൽ വസിക്കുന്ന കൊമ്പുകൾ എന്ന് പറഞ്ഞ ദൈവമക്കളെ പരിചയപ്പെടുത്തുമ്പോൾ കർത്താവ് തന്റെ ഫലങ്ങളിൽ എങ്ങനെയാണോ കർത്താവ് ഫലം പുറപ്പെടുവിക്കുന്നത്, ഞാൻ വള്ളിയിൽ നിന്ന് ശാഖകളിലൂടെ ഫലം വരുന്നത് പോലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ സന്ദേശം ലോകത്തിന് മുമ്പിൽ ഇന്ന് ഫലങ്ങളായിട്ട് വെളിപ്പെടുന്ന ഈ ശിഷ്യന്മാരിലൂടെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വിശ്വാസികളിലൂടെ കർത്താവ് ലോകത്തിന് ഈ കാര്യം അറിയിച്ചു കൊടുക്കുന്നു, അറിയിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ള സത്യം ഓർക്കുന്നു. അതിന്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം ലോകത്തിന് ന്യായവിധിക്ക് കാരണമാകുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് ആരോട് സാക്ഷ്യം പറയും? കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് ശിഷ്യന്മാരോടല്ല, അവർ ഓൾറെഡി കർത്താവുമായിട്ട് ബന്ധിക്കപ്പെട്ട ആളുകളാണ്. ലോകത്തോടാണ് സാക്ഷ്യം പറയുന്നത്. എന്ത് സാക്ഷ്യം പറയും? പരിശുദ്ധാത്മാവ് മുഖാന്തരം, അല്ലെങ്കിൽ സുവിശേഷ സത്യങ്ങൾ ലോകത്തിന് അറിയിക്കുന്നതിൽ കൂടെ കർത്താവ് ലോകത്തിന് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുകയാണ്. അതിനെ ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരം
തന്നിൽ ചേർന്ന് വസിക്കുന്ന ഈ ശിഷ്യന്മാരാണ്. ഇനി 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ ഉത്തരവാദിത്തോടെ പറയുകയാണ്, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുകൊണ്ട് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്ന സാക്ഷ്യവും നാം വഹിക്കുന്ന സാക്ഷ്യവും ലോകത്തിന് പാപബോധം വരുത്തുന്ന വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ രക്ഷയാൽ ഉണ്ടായ മാറ്റം ലോകത്തിന് മുമ്പാകെ നാം വെളിപ്പെടുത്തുമ്പോൾ ലോകത്തിന് പാപത്തെ വിട്ടൊഴിയാൻ അതൊരു മാർഗനിർദ്ദേശമാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന വിഷയം 27-ാം വാക്യത്തില് നിങ്ങൾ സാക്ഷ്യം പറവിൻ എന്നാണ് പറയുന്നത്. അത് സാക്ഷ്യം പറയാനായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കും. ഇതാ ഞാൻ പറഞ്ഞ ലാസ്റ്റ് 2 കാര്യങ്ങൾ വിശ്വാസികളോടുള്ള ബന്ധത്തിലും പ്രാക്ടിക്കലായിരിക്കുന്ന ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കർത്താവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക. 2, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ വസിക്കുന്നു എന്നതിന്റെ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്വമാണ്. കർത്താവ് ശിഷ്യന്മാരെ വിട്ട് പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവ് അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, അവരിനി മുമ്പോട്ടുള്ള കാലത്ത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ, അവർ മുഖാന്തരം വിശ്വാസത്തിൽ വരുന്നവരും ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ രക്ഷയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കർത്താവുമായിട്ടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചും ശരിയായ ഒരു ബോധ്യത്തിൽ ജീവിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റിവെച്ചു എന്നുള്ള ബോധ്യമില്ലാതെ ലോകക്കാരായിട്ടൊരു വിശ്വാസി ലോകത്തിൽ ജീവിച്ചാൽ ഒരിക്കലും ലോകത്തിന് പാപത്തെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരില്ല. പരിശുദ്ധാത്മാവ് ഇവന്റെ ഹൃദയത്തിലുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഇവൻ ലോകത്തിൽ ഇറങ്ങി മേർജ് ചെയ്തിരിക്കുക, അതിനകത്ത് മുഴുകിയിരിക്കുകയാണ്. അപ്പൊ ലോകത്തിന്റെ സിസ്റ്റത്തിൽ ലോകത്തിന് പ്രത്യേകിച്ച് വേറെ ഒന്നും തോന്നത്തില്ല. എന്നാൽ ലോകത്തിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ, ലോകക്കാരായിരിക്കാതെ മാറ്റിവെച്ചിരിക്കുമ്പോൾ അവർക്ക് ചില വ്യത്യാസങ്ങൾ ഈ വ്യക്തികൾ കാണാം. വാസ്തവമായും ദൈവത്തിന്റെ ആത്മാവിനാൽ ഇടപെടുന്ന വ്യക്തികൾ രക്ഷയിലേക്ക് വരുവാൻ അതൊരു മുഖാന്തരമായി തീരുമെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മളെ സാക്ഷികളായിട്ട് നിർത്തി, സാക്ഷ്യം പറയുവാനായിട്ട് നിർത്തി, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ സാക്ഷാൽ മുന്തിരിവള്ളിയായിരിക്കുന്ന ഈ കർത്താവിനോട് ശരിയായ നിലയിൽ പറ്റിച്ചേർന്ന് ചെത്തിവെടിപ്പാക്കലിന് വിധേയപ്പെട്ടെന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരം ദൈവവചനം കേൾക്കുമ്പോൾ കുറവുകൾ മനസ്സിലായാൽ അത് തിരുത്തി യഥാസ്ഥാനപ്പെട്ട് കൂടുതൽ ഫലം കഴിക്കുന്ന അനുഭവത്തിൽ ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.